ഹായ് ഓൾ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അമൻമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് മിനിസ്ട്രി ഓഫ് ഡിഫൻസിലെ നമ്മുടെ DRDOയിൽ തന്നെയുള്ള ഒരു അപ്രന്റീസ്ഷിപ്പ് ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയാണ്. അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊന്ന് പറയുകയാണെങ്കിൽ അമൻമെന്റ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ARDE അതിൽ ഗ്രാജുവേറ്റ് ആൻഡ് ഡിപ്ലോമക്കാർക്കാണ്. നമ്മുടെ ഡിപ്ലോമയുള്ളവർക്കും ഈ പറഞ്ഞ ഡിഗ്രി ഉള്ളവർക്കും BTech ഉള്ളവർക്കുമായിട്ടുള്ള അപ്രന്റീസ്ഷിപ്പാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അതിൽ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ്, എയറോ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്. ഇപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് 11 സീറ്റ്സോളം ഉണ്ട്. ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ 9 സീറ്റ്സ്, മെറ്റൽ എനർജി 1, ഇൻസ്ട്രുമെന്റേഷൻ എഞ്ചിനീയറിംഗ് 3, MBAക്കാർക്ക് 2. 15,000 അവർ സ്റ്റൈഫൻഡ് പറയുന്നത്. ഒരു വർഷത്തേക്കാണ് ഇത് ഈ പറഞ്ഞു വന്നത്. ഇതെവിടെയാണുള്ളതെന്ന് ചോദിച്ചാൽ പൂനെയിലാണ്. പൂനെയിൽ പോയി ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം മറ്റ് പ്രിപ്പറേഷന്റെ കൂടെ തന്നെ ഈ പറഞ്ഞു വന്ന ജോലിയും ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ അപ്രന്റീസ്ഷിപ്പ് ഏറ്റെടുക്കാവുന്നതാണ്. അതിലൂടെ തന്നെ ഈ പറഞ്ഞ ഡിപ്ലോമക്കാർക്ക് ഇതിന്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഡിപ്ലോമ എഞ്ചിനീയറിംഗ് കമ്പ്യൂട്ടർ സയൻസുകാർക്ക് 2, ഇലക്ട്രിക്കൽ 2, മെക്കാനിക്കൽ 10, ടെലികമ്മ്യൂണിക്കേഷനുകാർക്ക് 3, മെറ്റൽ എനർജി 1. അവർക്ക് 14,000 പെർ മന്ത്. 1 ഇയർ തന്നെയാണ് അവിടെ. അവർക്കും പൂനെ തന്നെയാണ് സ്ഥലം. അപ്പൊ ഇനി മിനിമം ക്വാളിഫിക്കേഷൻ പറയുന്നത് എഞ്ചിനീയറിംഗ് ഡിഗ്രി അഥവാ MBA, MSc ഇൻ HR, പിന്നെ ഡിപ്ലോമ നമ്മുടെ പോളിടെക്നിക്കാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ SC STക്കാർക്ക് പ്രത്യേക റിസർവേഷനൊക്കെ ഉണ്ട്. ഈ പറഞ്ഞ ട്രെയിനിങ്ങും എല്ലാം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മളിനി പറഞ്ഞു വരുന്നത് ഇതിൻ്റെ അകത്ത് പ്രൊസീജിയർ ഫോർ രജിസ്ട്രേഷൻ സബ്മിഷൻ ചെയ്യേണ്ടത് ഈ പറഞ്ഞ NATS എഡ്യൂക്കേഷൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞ ഇതിൽ കയറി ആപ്ലിക്കേഷൻ കൊടുക്കണം. 4 ഏപ്രിൽ തൊട്ട് ആപ്ലിക്കേഷൻ ഉണ്ട്. ലാസ്റ്റ് ഡേറ്റ് 20th ഏപ്രിലാണ്. അപ്പം ഏതായാലും ഒരു കാര്യം മനസ്സിലാക്കുക, ഇത് ശരിക്കും പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്യാനൊക്കെ താല്പര്യപ്പെടുന്നത് ഈ എഞ്ചിനീയറിംഗിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ചെലവുകൾ ഇത് നിന്നുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായ ചെലവുകൾ നിന്നുകൊണ്ട് ജോലി ചെയ്തുകൊണ്ട് തന്നെ പഠിക്കണം. അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഈ ഒരു ഓപ്പർച്യൂണിറ്റി നല്ലതാണ്. എനിവേ ഇത് നിങ്ങൾക്ക് ഒരു പ്രയോജനമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഇതിന്റെ PDF നോട്ട്സും PDF കാര്യങ്ങളെല്ലാം ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. യു ക്യാൻ ടേക്ക് ഫ്രം ദയർ. താങ്ക് യു. ബൈ.